ശിവ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ശിവയുടെ ചേട്ടനും അനിതിവാമയൊക്കെ വന്ന ദിവസമാണ് കേട്ടോ. അവർ നേരത്തെ ഇവരിവിടെ തന്നെ ആയിരുന്നു. പിന്നെ എൻ്റെ അമ്മായിയമ്മയുടെ പെട്ടെന്നുള്ള മരണത്തിന് ശേഷം ഇവർ വേറെ സ്ഥലത്തേക്ക് വീടും സ്ഥലവും വാങ്ങിച്ച് പോകാനുണ്ടായി. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ വന്ന് നിൽക്കണേ. അപ്പോൾ അവർ സ്കൂൾ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശിവയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ചേട്ടൻ്റെ കൂടെ കളിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോഴത്തേക്കും ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. സോയാബീനാണ് ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. റയാനാണെങ്കിൽ പിന്നെ ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ ഉണ്ടാക്കി കൊടുക്കണ്ടേ. പിന്നെ ഞാനും വിചാരിച്ചു നേരത്തെ ഫുഡ് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ അവരുടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന്. നിയമോളാണെങ്കിൽ ഞങ്ങളുടെ റൂമിലൊരു ഊഞ്ഞാൽ ഇട്ടിട്ടുണ്ട്, അതിലിരുന്ന് തന്നെ ഇരുന്ന ആളുണ്ട്. ശിവയും റയാനും കൂടി സിനിമ കാണണം. പിന്നെ ഞാനും പോയി ഇരുന്നു. പിന്നെ സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാറായിട്ടോ. അതേ ശിവ അതേ ചേട്ടായുടെ കൂടെയാണ് കിടക്കണത്. ഇത്രയും നാൾ കാണാഞ്ഞതും ഒരുമിച്ചിരിക്കാത്തതിൻ്റെയൊക്കെ വിശേഷം ഒന്നിച്ചിരുന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷമല്ലേ.